ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അലൻ ഗിൻസ്ബർഗിൻ്റെ ഹോംവർക്ക് എന്ന പോയമാണ്. ആദ്യം നമുക്ക് ഓഥറിനെ കുറിച്ച് നോക്കാം. അലൻ ഗിൻസ്ബർഗ് ഒരു പ്രശസ്ത കവിയും ബീച്ച് തലമുറയിലെ പ്രമുഖനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമൂലമായ റാഡിക്കൽ ലിറ്റററി വർക്ക്സും സാമൂഹിക മാറ്റത്തിനായുള്ള വാദവും അമേരിക്കൻ പ്രതിസംസ്കാരത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. 1956 1956 ഹൗലിൻ്റെയും മറ്റ് പോമുകളുടെയും പ്രസിദ്ധീകരണത്തിലൂടെയാണ് ഗിൻസ്ബർഗ് ആദ്യമായി പൊതുശ്രദ്ധയിൽ വരുന്നത്. അലൻ ഗിൻസ്ബർഗിൻ്റെ സൃഷ്ടികളിൽ ഭ്രാന്തും ഉണ്ടെങ്കിൽ അവ വളരെ ആവർത്തനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ നവോമി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഭ്രാന്താശുപത്രിയിൽ കഴിയുകയും പുറത്തുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഉറവിടമാണ്. ദൈനംദിന ജീവിതത്തിൽ ഈ ഭ്രാന്തിൻ്റെയും നിരവധി സന്ദർഭങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ട്. ആദ്യകാല അമേരിക്കൻ വ്യക്തികളായ ഹെൻറി ഡേവിഡ് തോറോ, റാൽഫ് വാൽഡോ എമേഴ്സൺ, ഹെർമൻ മെൽവിലെ, പ്രത്യേകിച്ച് വാൾട്ട് വിറ്റ്മാൻ എന്നിവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഈ ബീറ്റുകൾ. ഇനി നമുക്ക് പോയറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് നോക്കാം. 1926 1926 ജൂൺ 3 ന്യൂജേഴ്സിയിലെ നെവാർക്കിലാണ് അലൻ ഗിൻസ്ബർഗ് ജനിച്ചത്. 1920കളിലെ ന്യൂയോർക്ക് സാഹിത്യ പ്രതിസംസ്കാരത്തിലെ ലിറ്റററി കൗണ്ടർ കൾച്ചറിലെ രണ്ട് ജൂത അംഗങ്ങളായ ലൂയിസിൻ്റെയും മാവോമി ഗിൻസ്ബർഗിൻ്റെയും മകനായി ഗിൻസ്ബർഗ് നിരവധി പുരോഗമന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്കിടയിൽ വളർന്നു. താൻ സ്കൂളിൽ ചേർന്നാൽ തൻ്റെ ജീവിതം തൊഴിലാളി വർഗത്തെ സഹായിക്കാൻ നീക്കിവെക്കുമെന്ന് ഗിൻസ്ബർഗ് പ്രതിജ്ഞയെടുത്തു. ബീറ്റ് ഗ്രൂപ്പ് ഗിൻസ്ബർഗിനെ ഒരു പുതിയ വിഷനിലേക്ക് നയിച്ചു. അത് അദ്ദേഹം തൻ്റെ ജേണലിൽ നിർവചിച്ചു. ബീറ്റുകളുടെ മുൻനിര ഐക്കൺ എന്ന നിലയിൽ വിയറ്റ്നാം യുദ്ധത്തിനെതിരായി പ്രതിഷേധമുൾപ്പെടെ എണ്ണമറ്റ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഗിൻസ്ബർഗ് ഏർപ്പെട്ടിരുന്നു. കൂടാതെ അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വവർഗാനുരാഗികളുടെ അവകാശം അജണ്ടകൾ എന്നിവ പോലെ തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇനി ഈ ഒരു പോയത്തിൻ്റെ ഔട്ട്ലൈൻ നോക്കാം. ആധുനിക ലോകത്തിലെ പാരിസ്ഥിതിക തകർച്ചയെ ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ് അലൻ ഗിൻസ്ബർഗിൻ്റെ ഹോംവർക്ക്. ലോണ്ട്രിയെക്കുറിച്ചുള്ള മെറ്റഫോറിക്കൽ റെഫറൻസ് പ്രാധാന്യമർഹിക്കുന്നു. കവിതയുടെ സ്പീക്കർ ബോധവാനായ ഒരു പൗരൻ്റെ കണ്ണിൽ നിന്ന് ലോകം എത്ര വൃത്തികെട്ടതാണെന്ന് ഇത് പ്രതിഫലിപ്പിക്കുന്നു. പോയറ്റ് അലൻ ഗിൻസ്ബർഗ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ പ്രതിഷേധത്തിൻ്റെ കർക്കശതയും റിഫോമേറ്റീവ് അപ്പീൽ, നവീകരണ അഭ്യർത്ഥനയുമുണ്ട്. ലോകത്തിലെ അവസ്ഥ, അത് പാരിസ്ഥിതികമോ രാഷ്ട്രീയമോ ആകട്ടെ, രണ്ടും പോയിറ്റിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആധുനിക ഭൂമി എന്ന ഈ അശ്വർ എന്ന് വെച്ചാൽ ആകാശനില അല്ലെങ്കിൽ സ്കൈ ബ്ലൂ ഗ്രഹത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഴുക്കിനെക്കുറിച്ചാണ്. ഈ പോയത്തിലൂടെ പോയത്തിൻ്റെ പ്രതിഷേധം റിഫോമേറ്റീവ് ടോണിൽ അല്ലെങ്കിൽ നവീകരണ സ്വരത്തിൽ പ്രകടിപ്പിക്കുന്നു. ഇനി നമുക്ക് പോം ലൈൻ ബൈ ലൈനായിട്ട് അനാലിസ് ചെയ്യാം. ഫസ്റ്റ് ലൈൻ 1 to 6. If I were doing my laundry, I would wash my dirty Iran. I would throw in my United States and pour on the ivory. Soap, scrub up Africa, put all the birds and elephants back in the jungle. I would wash the Amazon River and clean the oily Caribbean Gulf of Mexico. Rub that smoke off the North Pole. Wipe up all the pipelines in Alaska. Rub a dub-dub for Rocky Flats and Los Alamos. Flush the sparkly cesium out of Love Canal. പരിഹാസത്തോടെയാണ് പോയം ആരംഭിക്കുന്നത്. പോയി തൻ്റെ വസ്ത്രങ്ങൾ അൽക്കുകയാണെങ്കിൽ തൻ്റെ വസ്ത്രങ്ങൾ ഒന്നും തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ച് മലിനീകരണം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കാരണം മലിനമായ കൺട്രീസും പ്ലേസസും അദ്ദേഹം ഏറ്റെടുക്കും. അതിനാൽ പോയിറ്റ് പറയുന്നത് താൻ തൻ്റെ വൃത്തികെട്ട ഇറാൻ ആയിരുന്നുവെന്നും അമേരിക്കയിൽ തൻ്റെ വാഷിംഗ് മെഷീനിലേക്ക് എറിയുമെന്നും അതിനുശേഷം അദ്ദേഹം ഐവറി സോപ്പ് ഒഴിച്ച് ആഫ്രിക്ക മുഴുവനും വ്യക്തമാകുന്നതുവരെ ഉരച്ച് കഴുകും എന്നാണ് പറയുന്നത്. മൃഗശാലകളിൽ നിന്ന് എല്ലാ പക്ഷികളെയും ആനകളെയും അദ്ദേഹം കാട്ടിലേക്ക് തിരിച്ചുവിടും. കൂടാതെ പോയിറ്റ് മലിനമായ ആമസോൺ നദിയും എണ്ണമയമുള്ള കരീബിനെയും പാഴ്വസ്തുക്കൾ കഴുകുന്നതിനായി മെക്സിക്കോ ഉൾക്കടലിനെയും പരാമർശിക്കുന്നു. സോപ്പ് ഉപയോഗിച്ച് കഴുകൽ സെക്ഷൻ പൂർത്തിയാക്കിയ ശേഷം ഗിൻസ്ബർഗ് ഉത്തരധ്രുവത്തിൽ, അതായത് നോർത്ത് പോൾ നിന്നുള്ള പുകയെ തുടച്ചു നീക്കാൻ തുടങ്ങുകയും
അലാസ്കയിൽ എല്ലാ മാലിന്യങ്ങൾ വഹിക്കുന്ന പൈപ്പ് ലൈനുകളും തുറക്കുകയും ചെയ്യും. അവിടെ സംഭരിച്ചിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ അദ്ദേഹം പാറക്കെട്ടുകളും അതായത് റോക്കി ഫ്ലാറ്റ്സ്, ലോസ് അലാമോസും തടവുന്നു. അതിനുശേഷം 1914 രാസമാലിന്യങ്ങൾ കെമിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തതുമൂലം മലിനമായ ലവ് കനാലിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് സീസിയം അദ്ദേഹം ശുദ്ധീകരിക്കും. ഇനി അടുത്തത് ലൈൻ 7 to 10. Rinse down the acid rain over the Parthenon and spins. Drain sludge out of the Mediterranean basin and make it azure again. Put some blowing back in the sky over the Rhine. Bleach the little clouds of snow return white as snow. Cleanse the Hudson, Thames and Neckar. Drain the suds out of Lake Erie. ഈ സെക്ഷൻ്റെ തുടക്കത്തിൽ പാർത്തനോണിലും സ്വിൻസിലും ആസിഡ് റെയിനിൻ്റെ ഫലത്തെ കേന്ദ്രീകരിക്കുന്നു. ഈ സ്മാരകങ്ങൾ കഴുകിക്കളയുകയും മെഡിറ്ററേനിയൻ തടത്തിലെ ചെളി ഊറ്റിക്കളയുകയും അതിനെ അഷ്യൂറാക്കുകയും അഷ്യൂർ എന്ന് വെച്ചാൽ സ്കൈ ബ്ലൂ നിറത്തിലാക്കുകയും ചെയ്യുമെന്ന് പോയറ്റ് പറയുന്നു. അതിനുശേഷം റൈൻ നദിക്ക് മുകളിലുള്ള ആകാശം പോയറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു. നദിക്ക് മുകളിൽ ആകാശം നീലയാകാനും ഇരുണ്ട മേഘങ്ങളെ ബ്ലീച്ച് ചെയ്യാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ സ്നോ പോലെ വെളുത്തതായി കാണപ്പെടും. മോഡേണൈസേഷനും അതുമായി ബന്ധപ്പെട്ട മലിനീകരണവും കാരണം എല്ലാം എങ്ങനെ മാറിയെന്ന് ഈ വിഭാഗം പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ ഹഡ്സൺ, തേംസ്, നെക്ടർ തുടങ്ങിയ നദികളെ താൻ ശുദ്ധീകരിക്കുമെന്നും അമേരിക്കയുടെ വിചിത്രമായ തടാകത്തിൽ നിന്ന് സ്റ്റഡ്സ് അതായത് കുറ്റികൾ വറ്റിച്ചു കളയുമെന്നും പോയിറ്റ് പറയുന്നു. അടുത്ത ലൈൻ 11 to 14. Then I would throw big Asia in one giant load and wash out the blood and Agent Orange. Dump the whole mess of Russia and China in the wringer, squeeze out the tattletale grey of US, Central American police state, and put the planet in the dryer and let it sit 20 minutes or an eon till it came out clean. ബിഗ് ഏഷ്യയെ ഒരു ജയന്റ് ലോഡിൽ എറിഞ്ഞ് അതിൽ നിന്നുള്ള രക്തവും ഏജന്റ് ഓറഞ്ചും കഴുകിക്കളയുന്നതിനെ പോയി തമാശയെ പരാമർശിക്കുന്നു. ഇവിടെ രക്തം സിംബോളിക്കലി വിയറ്റ്നാം യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. വിയറ്റ്നാമിലെ ഫോറസ്റ്റ് ഏരിയ ഡിസ്ട്രോയ് ചെയ്യുന്നതിനുള്ള തന്ത്രപരമായ ആയുധമായി US സൈന്യം ഏജന്റ് ഓറഞ്ച് ഉപയോഗിച്ചു. കൂടാതെ പോയിറ്റ് ചൈനയിലെയും റഷ്യയിലെയും രാഷ്ട്രീയ ഇടപെടൽ പിഴുതെറിയാൻ അദ്ദേഹം ആ രാജ്യങ്ങളെ വലയിലാക്കും. എന്നിരുന്നാലും സെൻട്രൽ അമേരിക്കൻ പോലീസ് സ്റ്റേറ്റുകളുടെ ക്രൂരതയെ ഞെരുക്കിക്കൊണ്ട് അവരെ പുറത്താക്കണമെന്ന് പോയിറ്റ് ഐറണിക്കലായി പറയുന്നു. അവസാനമായി തൻ്റെ ജോലി പൂർത്തിയായതായി പോയിറ്റ് പറയുന്നു. എന്നിട്ട് അവൻ ഭൂമിയെ ഡ്രയറിലാക്കി 20 മിനിറ്റ് ഇരിക്കാൻ അനുവദിക്കും. അത് പോരാ എന്ന് പോയിറ്റിന് പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഉണങ്ങുന്നത് ശുദ്ധമാക്കുന്നത് വരെ ഒരു ഇയോൺ എടുക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. ഇത്രയാണ് ലൈൻ വൈസ് ഉള്ള അനാലിസിങ്. ഇനി ഹോംവർക്ക് എന്ന പോയത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കാം. അത് ഭൂമിയെ പിടിച്ചുകുലുക്കിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെ സൂചിപ്പിക്കുന്നു. ഗൾഫ് വാഴ്സ് അതായത് ഹോംവർക്ക് എന്ന പോയം ഭൂമിയെ പിടിച്ചുകുലുക്കിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെ സൂചിപ്പിക്കുന്നു. ഗൾഫ് വാഴ്സ്, ആമസോണിൻ്റെ പൊല്യൂഷൻ കൂടാതെ മറ്റു പലതും പോയിറ്റ് പരാമർശിക്കുന്നു. നോർത്ത് പോൾ, അലസ്ക തുടങ്ങിയ പ്രത്യേക പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ്റെ എഫക്റ്റിനെ കുറിച്ച് പരാമർശമുണ്ട്. അതിലുപരിയായി പാറക്കെട്ടിലും റോക്കി ഫ്ലാറ്റ്സും ലോസ് അലാമോസും പ്രദേശത്തെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനും ലവ് കനാലിലുമുള്ള വേസ്റ്റ് ഡിസ്പോസലും പരാമർശിക്കുന്നു. കൂടാതെ യൂറോപ്പിലെ പൊല്യൂഷൻ കാരണം മാറുന്ന ലാൻഡ്സ്കേപ്പ് പോയിറ്റ് അവതരിപ്പിക്കുന്നു. അവസാനത്തെ ഫ്യൂ ലൈൻസിൽ അദ്ദേഹം ഏഷ്യയിലെ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംഘർഷം അവതരിപ്പിക്കുകയും അതിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്നു. പോയമിൻ്റെ അവസാനത്തിൽ പോയിറ്റ് കാലങ്ങളായി ഈ പ്രോസസ്സ് പരീക്ഷിച്ചാലും അഴുക്ക് പുറത്തു വരില്ല എന്ന മട്ടിൽ പ്ലാനറ്റിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെ പോയറ്റ് പരിഹസിക്കുന്നു. അതിനാൽ ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ഇൻ ദി മോഡേൺ വേൾഡ് പ്രശ്നങ്ങളുടെ ആർട്ടിഫിഷ്യാലിറ്റിയെക്കുറിച്ചുള്ള ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ സറ്റയറാണ് ഈ പോയം. ഇനി പോയത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഒരു പ്രത്യേക റൈം സ്കീം ഇല്ലാതെ 14 ലൈൻസ് 14 വരികളിൽ ഇത് അടങ്ങിയിരിക്കുന്നു. പോയമിൻ്റെ വരികൾ പരമ്പരാഗത കവിതാ ശൈലി അല്ലെങ്കിൽ കൺവെൻഷണൽ പോയറ്റിക് ഡിക്ഷൻ ഫോളോ ചെയ്യുന്നില്ല. ഈ പോയമിലെ പോയിറ്റ് സംസാരിക്കുന്ന സ്ഥലങ്ങളുടെ ലാക്ക് ഓഫ് ബ്യൂട്ടിയും ഡ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ തൂങ്ങിക്കിടക്കുന്നത്, ഹാങ് ഡൗൺ അല്ലെങ്കിൽ സിങ്ക് ചെയ്യുന്നതിനെയാണ് ഡ്രൂപ്പിംഗ് എന്ന് പറയുന്നത്, അവസ്ഥയും പ്രതിഫലിപ്പിക്കാൻ ഗിൻസ്ബർഗ് ഗദ്യമായ അല്ലെങ്കിൽ പ്രോസൈക് ലൈൻസ് യൂസ് ചെയ്യുന്നു. മാത്രമല്ല ആ പ്രദേശങ്ങളിലെ അഴുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പോയിറ്റ് വിവരിക്കുന്നു. അതിനാൽ ഈ പോയം ഒരു ലിറിക്കിൻ്റെ എക്സാമ്പിളാണ്. കവിതയിൽ റൈമിംഗ് സ്കീം ഇല്ലെങ്കിലും അത് അൺറിതമിക് അല്ല. പോയമിൻ്റെ ഫ്ലോ നിലനിർത്താൻ പോയിറ്റ് ഇൻറ്റേർണൽ റിതംസ് യൂസ് ചെയ്യുന്നു.
കൂടാതെ ഈ പോയമിൽ അയാംബിക് മീറ്ററും അനാപെസ്റ്റിക് മീറ്ററിൻ്റെയും യൂസ് ഉണ്ട്. എന്നിരുന്നാലും ചില ലൈൻസിൽ ട്രോക്കിക് മീറ്ററും അടങ്ങിയിരിക്കുന്നു. മീറ്ററുകളുടെ മിക്സ്ചർ ഉയരുകയും താഴുകയും ചെയ്യുന്ന റിതം, അതായത് റൈസിംഗ് ആൻഡ് ഫോളിംഗ് റിതം സൃഷ്ടിക്കുന്നു. അത് വായിക്കുമ്പോൾ പോയമിൻ്റെ സൗണ്ട് സ്കീമിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു. ഇനി പോയത്തിലെ ലിറ്റററി ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോണ്ട്രി എന്ന വാക്കിൻ്റെ പ്രയോഗത്തിൽ ഒരു മെറ്റഫറിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഡേർട്ടി ഇറാൻ, ഇതാണ് മെറ്റഫർ. പോയിറ്റ് ഒരു മുഷിന തുണിയും ഇറാനും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നു. അതിനുശേഷം പോയിറ്റ് സെക്കൻഡ് ലൈനിൽ മെറ്റോണിമി യൂസ് ചെയ്യുന്നു. ഇവിടെ പോയിറ്റ് പരാമർശിക്കുന്നത് അമേരിക്കയിലും ആഫ്രിക്കയിലും പൊല്യൂറ്റഡ് പ്ലേസസിനെയാണ്. കൂടാതെ ഈ പോയമിൽ റബ് എ ഡബ് ഡബ് എന്ന നഴ്സറി റൈമിലേക്ക് പോയിറ്റ് ഒരു സൂചന ഉപയോഗിക്കുന്നു. പോയിറ്റ് പരാമർശം ഉപയോഗിക്കുന്ന ഒരേ ഒരു സന്ദർഭമല്ല ഇത്. ലവ് കനാലിൻ്റെ ദുരന്തം, അമേരിക്കയിലെ റോക്കി ഫ്ലാറ്റുകളിലെ ന്യൂക്ലിയർ വെപ്പൺ നിർമ്മാണ യൂണിറ്റ്, വിയറ്റ്നാം വാർ എന്നിങ്ങനെ നിരവധി സൂചനകളുണ്ട്. എന്നിരുന്നാലും പോമിൽ ചില ലൈൻസ് എൻജോയ്മെൻ്റ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ അവസാന വരിയിൽ പുട്ട് ദി പ്ലാനറ്റ് എന്നതിൽ അലിറ്ററേഷനുണ്ട്. ഈ വരികളിൽ ഇയോൺ എന്ന വേർഡിൻ്റെ ഉപയോഗത്തിൽ ഐറണിയും ഹൈപ്പർബോളയും അടങ്ങിയിരിക്കുന്നു. ഇത്രയാണ് ഹോംവർക്ക് എന്ന പോയത്തിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്